എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ അധ്യയന വർഷത്തിലെ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ട് LPST റാങ്ക് ഹോൾഡേഴ്സിനുള്ള ആശങ്കകളാണ്. സ്കൂൾ തുറന്ന് 6-ാം ദിവസം തന്നെ UID കണക്കാക്കിയതിനാൽ ഈ ഒരു വർഷത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന തസ്തികാ നഷ്ടമാണ് LPSA റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രധാന ആശങ്ക. ഈ ഒരു അധ്യയന വർഷത്തിലെ 6-ാം പ്രവൃത്തി ദിനത്തിൽ സാധുവായ ആധാർ കാർഡുള്ള കുട്ടികളുടെ എണ്ണം മാത്രം പരിഗണിച്ചാണ് തസ്തിക നിർണയം നടത്തിയിട്ടുള്ളത്. 6-ാം പ്രവൃത്തി ദിവസത്തിന് മുമ്പായി ആധാർ കാർഡ് ലഭിക്കാത്തതിൻ്റെ പേരിൽ 100 കണക്കിന് കുട്ടികളാണ് പട്ടികയിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ളത്. കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് കാരണം 100 കണക്കിന് അധ്യാപകർക്ക് തസ്തിക നഷ്ടമായിട്ടുമുണ്ട്. പ്രൈമറി സ്കൂളുകളിലെ 1-ാം ക്ലാസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. 5 വയസ്സ് പൂർത്തിയായ ശേഷം ആധാർ കാർഡിന് അപേക്ഷ നൽകിയ പല കുട്ടികൾക്കും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം UID നമ്പർ കിട്ടാൻ വൈകിയിട്ടുണ്ട്. സ്കൂൾ തുറന്ന് 5 ദിവസത്തിനുള്ളിൽ ആധാർ കാർഡ് എടുക്കാനുണ്ടായ ബുദ്ധിമുട്ട് രക്ഷിതാക്കൾ മുൻപേ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ സ്കൂൾ പ്രവേശനത്തിനെത്തുമ്പോഴാണ് ആധാർ വേണമെന്ന കാര്യം തന്നെ പല രക്ഷിതാക്കളും അറിയുന്നത്. ചിലരുടെ ആധാറുകളിലെ പിഴവുകളും ആ സമയത്താണ് കണ്ടെത്തുന്നത്. ഇതെല്ലാം തലയെണ്ണലിൽ കണക്കാക്കാതെ പോകുന്നതോടെ മതിയായ കുട്ടികളില്ലാതെ പല തസ്തികകളും നഷ്ടപ്പെടാൻ കാരണമാകുന്നു. പ്രൈമറി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിൽ HM പ്രൊമോഷൻ വഴിയും ട്രാൻസ്ഫർ വഴിയും ഉണ്ടായിട്ടുള്ള 80ഓളം ഒഴിവുകളിൽ പകുതിയിലധികവും പുതിയ പ്രശ്നം മൂലം ഇല്ലാതായിരിക്കുന്നതായും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. ഈ ഒരു പ്രശ്നം മൂലം മലപ്പുറം ജില്ലയിൽ തന്നെ 52 തസ്തികകളാണ് നഷ്ടപ്പെടുന്നതെന്നാണ് അസോസിയേഷൻ നടത്തിയ കണക്കെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം വിവിധ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ഉന്നയിച്ചപ്പോഴാണ് ജൂൺ 30 വരെ ആധാർ കാർഡ് ലഭിച്ച കുട്ടികളെ പരിഗണിക്കാമെന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് അവഗണിച്ച് തസ്തിക നിർണയം നടത്തിയതാണ് പുതിയ പ്രതിസന്ധിയും ആശങ്കയും ഉയരാൻ കാരണമായത്. വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പിന് വിരുദ്ധമായി ഇറക്കിയ ഉത്തരവുകൾ പിൻവലിക്കുകയും ജൂൺ 30 വരെ ലഭിച്ച ആധാർ കാർഡുകൾ പരിഗണിക്കുകയും ചെയ്താൽ മാത്രമേ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാകുകയുള്ളൂ. ഇത്തരം ആശങ്കകൾ പരിഹരിച്ച് ഈ ഒരു പ്രശ്നത്തിന് യോജിച്ച